السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. أيها الأصدقاء اليوم ندخل إلى درس جديد عنوان درسنا سيدات القمر. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഉൻവാനു ദർസുന മാ ഇസ്മു ദർസുന, നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സയ്യിദാത്തുൽ ഖമർ. അപ്പോൾ എല്ലാവരും 31ാമത്തെ പേജിലോട്ട് നോക്കൂ. നുതാലി മുഖാബലതൻ ജറത് ബൈന അദ്ദക്തൂർ ജോഹാൽ ഹാരിസി വനബീൽ. നുതാലിയോ, നമുക്ക് വായിക്കാം. മുഖാബല, ഒരു ഇന്റർവ്യൂ വായിച്ചു നോക്കാം. ജറത്ത് ബൈന അദ്ദക്തൂർ ജോഹാൽ ഹാരിസി. ജോഹാൽ ഹാരിസി, ഡോക്ടർ ജോഹാൽ ഹാരിസിയും നബീലും തമ്മിൽ നടന്ന ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഇസ്മു ദർസുന സയ്യിദാത്തുൽ ഖമർ. സയ്യിദാത്തുൽ ഖമർ എന്ന് പറയുന്നത് അദ്ദക്തൂർ ജോഹാൽ ഹാരിസി അല്ലെ, ഡോക്ടർ ജോഹാൽ ഹാരിസിയുടെ ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് കേട്ടോ. അവരുടെ ഒരു റിവായ, ഒരു നോവലിന്റെ പേരാണ് സയ്യിദാത്തുൽ ഖമർ. അത് ഇംഗ്ലീഷ് ഭാഷയിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന ഒരു പേരിൽ നോവല് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജോഹാൽ ഹാരിസി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ജോഹാൽ ഹാരിസി എന്ന് പറയുന്നത് ആദ്യത്തെ അറബിയിലെ മാൻ ബുക്കർ പ്രൈസ് അവാർഡ് നേടിയ ആളാണ് കേട്ടോ. അറബിയിലെ ആദ്യത്തെ മാൻ ബുക്കർ പ്രൈസ് നേടിയ ആളാണ്. അവരുടെ ഒരു നോവലിനാണ് അവർക്ക് മാൻ ബുക്കർ പ്രൈസ് അവാർഡ് നേടുന്നത്. അപ്പൊ നമുക്കൊന്ന് ഇവരെ കുറിച്ചൊന്ന് അറിഞ്ഞാലോ, ഒന്ന് മനസ്സിലാക്കിയല്ലോ. നമ്മളെ ഈ ഇന്റർവ്യൂയിലൂടെ ഏകദേശം അവരെ കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ മുക്കാബല, ഈ ഇന്റർവ്യൂ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയാലോ. ഈ ഇന്റർവ്യൂവിൽ നിന്ന് തന്നെ ഏകദേശം ഇവരെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഒന്ന് തുടങ്ങിയാലോ. എന്താണ് പറയുന്നത് നോക്കാം. ഇവർ തമ്മിലുള്ള ഈ ഇന്റർവ്യൂ എന്തായിരുന്നു നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ നബീൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നബീലാണ് തുടങ്ങുന്നത്. അസ്സലാമു അലൈക്കും. ജോഹാൽ ഹാരിസി: വഅലൈക്കും അസ്സലാം, മർഹബൻ ബിക, അഹ്ലൻ വസഹ്ലൻ. നബീൽ: ശുക്രൻ, അർജു അൽ മുഖാബല മിൻ ഫളലിക്. ജോഹാൽ ഹാരിസി: തഫളൽ, ഹാദിഹി ഫുർസത്തുൻ സഈദ. നബീൽ: ഐന ഉലിദ്തി? ജോഹാൽ ഹാരിസി: ഉലിദ്തു ഫി ബൈത്തിൻ അദബിയ്യിൻ യഅ്ശഖുൽ അദബ വശ്ശഅറ ബിഉമ്മാൻ. നബീൽ: ഐന തഅമലീന ഹാലിയൻ? ജോഹാൽ ഹാരിസി: ഫി ജാമിഅത്തി സുൽത്താൻ ഖാബൂസ്. നബീൽ: മാ ഹിയ ഹിവായതുകി? ജോഹാൽ ഹാരിസി: ഖിറാഅത്തു വസ്സഫർ. അപ്പൊ എന്താണ് പറയുന്നത്? ഈ നമ്മുടെ ഇന്റർവ്യൂവിൽ ആദ്യമായിട്ട് അവരെങ്ങനെ തുടങ്ങുന്നത്? മിൻ കലിമാത്ത് തെഹദീബിയ അല്ലെ, അതിൽപ്പെട്ട ഒരു സലാം കൊണ്ടാണ് അവർ തുടങ്ങുന്നത്. ഒരു ഉപചാര വാക്കുകളിൽ പെട്ടതാണ്. അൽ കലിമാത്ത് തെഹദീബിയ പറഞ്ഞാല് ഉപചാര വാക്കുകൾ പെട്ടതാണ് അല്ലെ. ഉപചാര വാക്കുകൾ ഏതൊക്കെയാണ്? എന്തൊക്കെ നമ്മുടെ ഒരു മര്യാദ, നമ്മൾ സംസാരിക്കുന്ന നല്ല വാക്കുകൾ എങ്ങനെയാ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ? അസ്സലാമു അലൈക്കും എന്ന് തുടങ്ങും. അതുപോലെ സുബാൽ ഖൈർ, സുബാഹൻ നൂർ, അതുപോലെ മസാൽ ഖൈർ, അങ്ങനൊക്കെ തുടങ്ങും അല്ലേ. ഹലോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. അപ്പൊ അതുപോലുള്ള മിൻ കലിമാത്ത് തെഹദീബിയയിൽപ്പെട്ട ഒരു ഇതിലാണ് അവർ തുടങ്ങുന്നത്. നബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. അപ്പൊ ജോഹാൽ ഹാരിസി വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് മടക്കുന്നു. അപ്പൊ ജോഹാൽ ഹാരിസി: മർഹബൻ ബിക, അഹ്ലൻ വസഹ്ലൻ. അപ്പൊ അവരോട് സ്വാഗതമൊക്കെ പറയാൻ കേട്ടോ. വെൽക്കം എന്ന് പറഞ്ഞ് അവരെ സ്വാഗതം പറയാണ്. അപ്പൊ നബീൽ: ശുക്രൻ, അർജു അൽ മുഖാബല. അപ്പൊ നബീൽ എന്താ പറയുന്നത്? താങ്ക് യു, അർജു അൽ മുഖാബല, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ആൻ ഇന്റർവ്യൂ എന്ന് പറയാണല്ലേ. അപ്പൊ ശുക്രൻ എന്ന് വെച്ചാല് ഈ മർഹബൻ സ്വാഗതം പറഞ്ഞതിന് താങ്ക്സ് പറയാണ്. ശുക്രൻ. അർജു അൽ മുഖാബല, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ആൻ ഇന്റർവ്യൂ. ഞാൻ നിങ്ങളോട് ഒരു ഇന്റർവ്യൂ ആഗ്രഹിക്കുന്നു. അർജു പറഞ്ഞാൽ അത്തമന്നി, ഞാൻ ആഗ്രഹിക്കുന്നു. അർജു പറഞ്ഞാൽ അത്തമന്നി, ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു എന്ന് പറയാം. അതുപോലെ ഐ ഹോപ്പ് എന്നൊക്കെ പറയാം അല്ലെ. ഐ ഹോപ്പ് ആൻ ഇന്റർവ്യൂ. അർജു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നു.
തമന്നി എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ എന്താണ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ആൻ ഇൻ്റർവ്യൂ പ്ലീസ് എന്ന് പറയാണ്. മിൻ ഫളിക പ്ലീസ് അല്ലേ. മിൻ ഫളിക എന്നല്ലേ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം താഴ്മയോടെ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും മിൻ ഫളിക അല്ലേ. അപ്പോൾ പ്ലീസ്. അപ്പോൾ ജോഅൽ ഹാരിസ് തഫല്ലൽ ഹാദിഹി ഫുർസത്തുൻ സഈദ. തഫല്ലൽ എന്ന് പറഞ്ഞാൽ നാം താൽ, അതെ വരൂ എന്നൊക്കെ പറയൂലേ. നാം താൽ. തഫല്ലൽ എന്നതിൻ്റെ ഒരു മീനിങ് എന്താണ്? യെസ് പ്ലീസ് എന്നാണല്ലേ. യെസ് പ്ലീസ് കം എന്നൊക്കെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവർ ഓക്കെ പറയാണ്. ഹാദിഹി ഫുർസത്തുൻ സഈദ, ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു നല്ലൊരു അവസരമാണ് എനിക്കല്ലേ. അപ്പോൾ ദിസ് ഈസ് എ ഹാപ്പി ഓപ്പർച്യൂണിറ്റി, അതുപോലെ ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയാം. അപ്പം നബീൽ പറയാണ് അയിന ഉലിത്തി, വേർ ആർ യു ബോൺ, നീ എവിടെയാണ്, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? അയിന ഉലിത്തി, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? വേർ ആർ യു ബോൺ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജോഅൽ ഹാരിസ് എന്താ പറയുന്നത്? ഉലിത്തു ഫി ബൈത്തിൻ അദബി യഅ്ശഖുൽ അദബ വശ്ശർ ബി ഒമാൻ. എന്താണ് പറയുന്നത്? ഉലിത്തു, ഞാൻ ജനിച്ചത് ഫി ബൈത്തിൻ അദബിയിൻ, ഒരു സാഹിത്യ കുടുംബത്തിൽ, ഒരു സാഹിത്യം ലിറ്ററേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിക്കുന്നത്. യഅ്ശഖുൽ അദബ, അവര് സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നു, ലിറ്ററേച്ചറിനെ സ്നേഹിക്കുന്നു. വശ്ശറ, പോയട്രി, കവിതയെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലാണ്, ഒരു വീട്ടിലാണ് ഞാൻ ജനിക്കുന്നത്. ബി ഒമാൻ, ഒമാനിലെ സാഹിത്യവും കവിതയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഐ വാസ് ബോൺ ഇൻ എ ലിറ്റററി ഹൗസ് ദാറ്റ് ലവ്സ് ലിറ്ററേച്ചർ ആൻഡ് പോയട്രി എന്നാണ് പറയുന്നത് അല്ലേ. അവര് എങ്ങനത്തെ ആളുകളാണ്? അവർ ലവ്സ് ലിറ്ററേച്ചർ ആൻഡ് പോയട്രി, അവര് സാഹിത്യവും കവിതയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇൻ ഒമാൻ, ഒമാനിൽ ആണ് അവർ ജനിക്കുന്നത്. അപ്പം നബീൽ പറയാണ് അയിന താമലീന ഹാലിയൻ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ? അയിന, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അയിന താമലീന, അയിന എവിടെയാണ്, താമലീന നിങ്ങൾ ജോലി ചെയ്യുന്നത് എവിടെയാണ്, ഹാലിയൻ ഇപ്പോൾ, വെർ ഡു യു വർക്ക് നൗ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ജോഅൽ ഹാരിസ് പറയാൻ എന്താണ്? ഫി ജാമിയത്ത് സുൽത്താൻ ഖാബൂസ്, അറ്റ് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി അല്ലേ. ഞാനിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഫി ജാമിയത്ത് സുൽത്താൻ ഖാബൂസ്, അറ്റ് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. ലെക്ചറോ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അവർ. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നബീൽ എന്താ പറയുന്നത്? മാഹിയ ഹിവായത്തുക്കി, മാഹിയ ഹിവായത്തുക്കി എന്ന് ചോദിച്ചാൽ എന്താ? വാട്ട് ഈസ് യുവർ ഹോബി, എന്താണ് നിങ്ങളുടെ ഹോബി, എന്താണ് എന്ന് ചോദിക്കുകയാണ്. മാഹിയ ഹിവായത്തുക്കി, വാട്ട് ഈസ് യുവർ ഹോബി. അപ്പോൾ ജോഅൽ ഹാരിസ് എന്താ പറയുന്നത്? അൽ ഖിറാഅത്ത് വസ്സഫ്, റീഡിങ് ആൻഡ് ട്രാവൽ. റീഡിങ്, എനിക്ക് വായനയും യാത്രയും ഒക്കെയാണ് എൻ്റെ ഹോബി, എനിക്കിഷ്ടം, എനിക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹം എന്താണ്? അൽ ഖിറാഅത്ത് വസ്സഫർ, റീഡിങ് ആൻഡ് ട്രാവൽ. അപ്പോൾ അങ്ങനെ 32ാമത്തെ പേജിലോട്ട് നോക്കൂ. അപ്പോൾ വീണ്ടും നബീൽ ചോദിക്കുകയാണ് അൻതി അവ്വൽ ശഖ്സിയത്തിൻ അറബിയത്തിൻ ഫാസത്ത് ബി ജായിസത്തി മാൻ ബുക്കർ ആലമിയ. അൻതി അവ്വൽ ശഖ്സിയ, നിങ്ങൾ ആദ്യത്തെ വ്യക്തിയാണോ? അല്ല, അറബിയിലെ ആദ്യത്തെ വ്യക്തിയാണോ? ഫാസത്ത് ബി ജായിസത്തി മാൻ ബുക്കർ അൽ ആലമിയ, മാൻ ബുക്കർ പ്രൈസ് നേടിയ, ഇന്റർനാഷണൽ മാൻ ബുക്കർ പ്രൈസ് നേടിയ വിജയിച്ച ആദ്യത്തെ ആളാണോ നിങ്ങൾ എന്ന് ചോദിക്കാണ്. ആർ യു ദ ഫസ്റ്റ് അറബ് പേഴ്സൺ ടു വിൻ ദ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് എന്ന് ചോദിക്കാനല്ലേ. നിങ്ങളാണോ ആദ്യത്തെ മാൻ ബുക്കർ പ്രൈസ് അവാർഡ് നേടിയ, ഇന്റർനാഷണൽ മാൻ ബുക്കർ പ്രൈസ് അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തി നിങ്ങളാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്താണ്? ആർ യു ദ ഫസ്റ്റ് അറബ് പേഴ്സൺ അല്ലേ. അൻതി അവ്വൽ ശഖ്സിയത്തിൻ അറബിയ, ശഖ്സിയത്ത് എന്നാൽ പേഴ്സൺ. അപ്പം നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജോഅൽ ഹാരിസ് എന്താണ് പറയുന്നത്? നാം, അതെ, യെസ്. ഹസൽത്തു അലാ ജായിസത്ത് മാൻ ബുക്കർ അദ്വലി അലാ റിവായത്ത് സയ്യിദാത്തുൽ ഖമർ. എന്താണ് അവർ പറയുന്നത്? ഹസൽത്തു, ഞാൻ നേടി, അലാ ജായിസത്ത് മാൻ ബുക്കർ അദ്വലി, ഇന്റർനാഷണൽ മാൻ ബുക്കർ പ്രൈസ് ഞാൻ നേടിയത്, അലാ റിവായത്ത് സയ്യിദാത്തുൽ ഖമർ, ഏത്?
ഏത് നോവലിനാണ്? സയ്യിദാത്തുൽ ഖമർ എന്ന നോവലിനാണ് ഞാൻ ഈ മാൻ ബുക്കർ പ്രൈസ് നേടിയത്. ഈ സയ്യിദാത്തുൽ ഖമർ എന്ന നോവല് ഒരു ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ട്ടാ. അപ്പോൾ അത് സെലസ്റ്റിയൽ ബോഡീസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മാൻ ബുക്കർ പ്രൈസ് അവാർഡ് എന്നാണ് നേടിയത്? 2019 അവർ ഇവരുടെ ഈ സയ്യിദാത്തുൽ ഖമർ എന്ന ഈ നോവലിന് അവർ നേടുന്നത്, ഈ അവാർഡ് നേടുന്നത് 2019 ട്ടോ. അങ്ങനെ നബിൽ ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്? മാതാ തഹ്കി റിവായത്ത് സയ്യിദാത്തുൽ ഖമർ, ഈ സയ്യിദാത്തുൽ ഖമർ എന്ന ഈ റിവായയിൽ എന്താണ് പറയുന്നത്? വാട്ട് ഡു ടെൽ ദി നോവൽ, ഈ നോവലിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. മാതാ തഹ്കി പറഞ്ഞാല് വാട്ട് ഡു ടെൽ, എന്താണ് ഇതിൽ ഉദ്ധരിക്കുന്നത്, എന്താണ് ഈ നോവലിൽ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജോഹാൽ ഹാരിസി പറയുന്നത് എന്താണ്? ഖിസ്സത്തു ആയിലത്തു ഒമാൻ, ഒമാൻ ഫാമിലി സ്റ്റോറിയാണ്. ഖിസ്സ പറഞ്ഞാൽ അതൊരു കഥയാണ്. ആയിലത്തി ഒമാൻ, ഒമാനിലെ ഒരു ഫാമിലി, ഒരു കുടുംബ കഥയാണ് എന്നാണ് പറയുന്നത്. ഒമാനി ഫാമിലി സ്റ്റോറി ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നബീൽ ചോദിക്കാണ്, മത തെജ്ദീന വക്തലിൽ കിതാബ, മത എപ്പോഴാണ്, തെജ്ദീന താങ്കൾ കണ്ടെത്തുന്നത്, വക്തൻ സമയം കണ്ടെത്തുന്നത് എപ്പോഴാണ്, ലിൽ കിതാബത്തി എഴുതാൻ വേണ്ടിയുള്ള, ലിൽ കിതാബ എന്നാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങൾ കണ്ടെത്തുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. വെൻ ഡു യു ഫൈൻഡ് ടൈം ടു റൈറ്റ്, അല്ലെ, എഴുതാനുള്ള സമയം കണ്ടെത്തുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുക. അപ്പൊ ജോഹാൽ ഹാരിസ് എന്താ പറയുന്നത്? ബാദമാ നാമത്തെ തിഫ്ലത്തിയ സ്വഗീറ, അതുപോലെ ഒഫി മുദ്ദത്തിൽ ഇജാസാത്തി മിൻ അമലി ബിൽ ജാമിയത്തി, എപ്പോഴൊക്കെയാ സമയം കണ്ടെത്തുക? ബാദമാ നാമത്തെ തിഫ്ലത്തി, എൻ്റെ മകള്, എൻ്റെ കുട്ടി ഉറങ്ങിയതിന് ശേഷം. തിഫ്ലത്തി പറഞ്ഞാല് എൻ്റെ മകളിലെ, എൻ്റെ അസ്വഗീറ, എൻ്റെ ചെറിയ മകളെ ഉറങ്ങിയതിന് ശേഷം. ബാദമ നാമ, നാമ പറഞ്ഞാൽ സ്ലീപ്പിലെ, ഉറങ്ങിയതിന് ശേഷം. തിഫ്ലത്തി എൻ്റെ മകള് ഉറങ്ങിയതിന് ശേഷം. അസ്വഗീറ എൻ്റെ ചെറിയ മകള് ഉറങ്ങിയതിന് ശേഷം. അതുപോലെ ആഫ്റ്റർ മൈ ലിറ്റിൽ ഗേൾ ഫാൾ അസ്ലീപ്, അല്ലെ, എൻ്റെ ചെറിയ മകള് ഉറങ്ങിയതിന് ശേഷം. അതുപോലെ വഫി മുദ്ദത്തി അൽ ഇജാസാത്തി മിൻ അമലി ബിൽ ജാമിയത്തി, പിന്നെ പേരാണ് ആൻഡ് ഡ്യൂറിങ് മൈ വെക്കേഷൻ ഫ്രം മൈ യൂണിവേഴ്സിറ്റി വർക്ക്, എന്ന് വെച്ചാൽ ഒഫി മുദ്ദത്തി അൽ ഇജാസ, എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ. ഒഫി മുദ്ദത്തി പറഞ്ഞാൽ സമയങ്ങളിൽ, അൽ ഇജാസ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ. മിൻ അമലി എൻ്റെ ജോലിയിൽ നിന്നും എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ. ബിൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ ജോലിയിൽ നിന്നും എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ എപ്പോഴൊക്കെയാ പറഞ്ഞ സമയം കിട്ടും? ഇപ്പൊ ബാദമാ നാമത്ത് തിഫ്ലത്തി അസ്വൈറ, അതുപോലെ ആഫ്റ്റർ മൈ ലിറ്റിൽ ഗേൾ ഫാൾ അസ്ലീപ്, അതുപോലെ ആൻഡ് ഡ്യൂറിങ് മൈ വെക്കേഷൻ ഫ്രം മൈ യൂണിവേഴ്സിറ്റി വർക്ക്, അല്ലെ, ആഫ്റ്റർ ഫി മുദ്ദത്തി അൽ ഇജാസ മിൻ അമലി ബിൽ ജാമിയത്തി. അപ്പൊ നബിയിൽ പറയാണ്, എന്താണ് ചോദിക്കുന്നത്? മാ റഅയുക ഫി തഅലീമിൻ നിസായി, മാ റഅയുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മാ റഅയുക എന്നാൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫി തഅലീമിൻ നിസായി, സ്ത്രീകളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫി തഅലീം പറഞ്ഞാൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്, അന്നിസാ സ്ത്രീകളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വുമൺസ് എഡ്യൂക്കേഷൻ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, എന്താണെന്ന് ചോദിക്കുക, അല്ലെ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വുമൺസ് എഡ്യൂക്കേഷൻ, സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ജോഹാൽ ഹാരിസ് എന്താണ് പറയുന്നത്? ദാലിക ലറൂറിയും കൽ മായി വൽ ഹവായ്, എന്താണ് അവർ പറയുന്നത്? ദാലിക ലറൂറിയും, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ദാലിക അത് നമുക്ക് അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ലറൂറിയും എന്ന് പറയാ. അത് ദാലിക ലറൂറിയും, അത് നമുക്ക് അത്യാവശ്യമാണ്. കൽമായി വെള്ളം പോലെ, വൽ ഹവായ് വായു പോലെ, അല്ലേ, നമുക്ക് വായുവും വെള്ളമൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ. അതുപോലെ തന്നെയാണ്, അതുപോലെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സ്ത്രീകളെ പഠിപ്പിക്കുക എന്നുള്ളതും. ഇറ്റ് ഈസ് ആസ് നെസസറി
ആസ് വാട്ടർ ആൻഡ് എയർ. വെള്ളവും എയറൊക്കെ നമുക്ക് നെസസറി അല്ലേ, നമുക്ക് അത്യാവശ്യമല്ലേ. അതുപോലെയാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് അതിനെക്കുറിച്ചുള്ള അവരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അല്ലേ. ശരിയാണ് അല്ലേ. നമ്മൾ സ്ത്രീകൾ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ എന്തായി പോകും. നമ്മുടെ ഏതൊരു കുട്ടിയുടെയും, ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഏതൊരു കുട്ടിയും വളർന്നു വരുന്നത് അവരുടെ ഫസ്റ്റ് ടീച്ചറായ അവരുടെ ഉമ്മയിൽ നിന്നാണ് അല്ലേ. അവരുടെ ഉമ്മയിൽ നിന്നാണ് ആദ്യമായിട്ട് പഠിച്ചു വരുന്നത്. ഉമ്മയാണ് ആദ്യത്തെ ടീച്ചർ അല്ലേ. അപ്പോൾ ഉമ്മക്ക് പഠിപ്പില്ലെങ്കിൽ ആ കുട്ടി എന്തായി പോവും? കുട്ടിക്ക് ആകെ ഒരു രീതിയായി പോവും അല്ലേ. അപ്പോൾ ഉമ്മക്കും നല്ല വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ പഠിപ്പിക്കണം അല്ലേ. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ എന്താണ്? ദാലിക്കല്ലറൂറിയും കൽമായി വൽ ഹവായി എന്നാണ് പറയുന്നത്. വെള്ളവും വായുവും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം നബിയിൽ എന്താണ് പറയുന്നത്? മുംതാസ് അന മസ്റൂറും ബിലിക്കായിക. അപ്പം എന്താ പറയുക? എക്സലന്റ്. മുംതാസ് എന്ന് പറഞ്ഞാൽ എക്സലന്റ്. അന മസ്റൂറും ബിലിക്കായിക. ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു എന്ന് വെച്ചാൽ അന മസ്റൂറും, ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, ബിലിക്കായിക, താങ്കളെ കണ്ടുമുട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ജോഹാൽ ഹാരിസി എന്താണ് പറയുന്നത്? ജസാക്കല്ലാഹു ഖൈറൻ, മേ അല്ലാഹ് റിവാർഡ് യു എന്ന് വെച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മിൻ കലിമാത്തിൽ തഹ്ദീബിയ അല്ലെ. മുംതാസുൻ അന മസ്റൂറും ബിലിക്കായിക ജസാക്കല്ലാ എന്നൊക്കെ അല്ലെ. അപ്പൊ പാഠഭാഗം എല്ലാവരും നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ. വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് എൻ്റെ വോയിസ് കേൾക്കുക. അപ്പോൾ എന്താണ് അടുത്തൊരു ആക്ടിവിറ്റി നമുക്ക് കാണാം. നസ്തഖ്രിജു അൽ കലിമാത്ത് തഹ്ദീബിയ മിനൽ മുഖാബലത്തി ബിഅഅലാഹു വനക്തുബുഹ. നസ്തഖ്രിജു, നമുക്ക് പുറത്തെടുക്കാം. അൽ കലിമാത്ത് തഹ്ദീബിയ, ഒരു ഉപചാര വാക്കുകളൊക്കെ നമുക്ക് എടുത്തെഴുതാനാണ് പറയുന്നത്. മിൻ മുഖാബലത്തി, നമ്മുടെ ഈ ഇന്റർവ്യൂവില് ഒരുപാട് അൽ കലിമാത്ത് തഹ്ദീബിയ വന്നിട്ടുണ്ട് അല്ലേ. അതൊക്കെ നമുക്കൊന്ന് പുറത്തെടുക്കാം. ബിഅഅലാഹു വനക്തുബുഹ, എന്നിട്ട് നമുക്കത് അടയാളപ്പെടുത്താം, അത് എഴുതി വെക്കാം. അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ ഒരു മോഡൽ തന്നിട്ടുണ്ട് അല്ലെ. ജസാക്കല്ലാഹു ഖൈറൻ, എന്താണ് അതിന്റെ അർത്ഥം? മേ അല്ലാഹ് റിവാർഡ് യു അല്ലെ. അള്ളാഹു നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് പറയുന്ന ഈ അതൊക്കെ നമ്മുടെ ഒരു കലിമാത്ത് തഹ്ദീബിയ ഉപചാര വാക്കുകളിൽ പെട്ടതാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മളുടെ ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് വന്നത്? നബിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, മർഹബൻ ബിക, അഹ്ലൻ വസഹ്ലൻ, ശുക്രൻ. അതൊക്കെ ഉപചാര വാക്കുകളിൽ പെട്ടതാണ് അല്ലേ. സലാം പറയുന്നതും അതുപോലെ മർഹബൻ ബിക, അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്യുന്നതും, പിന്നെ ശുക്രൻ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്ന് പറയുന്നു. അതുപോലെ മിൻ ഫളിക പറയുന്നതും ഒരു ഉപചാര വാക്കുകളിൽ പെട്ടതാണല്ലേ. മിൻ കലിമാത്ത് തഹ്ദീബിയ. മിൻ ഫളിക എന്ന് ചോദിക്കുന്നത് പ്ലീസ് എന്ന്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ പ്ലീസ് എന്ന് നമ്മൾ പറയില്ലേ, ക്യാൻ യു പ്ലീസ് എന്നൊക്കെ ചോദിക്കൂല. അതുപോലെ എന്തെങ്കിലും ചെയ്തു തരാൻ സമ്മതം ചോദിക്കുമ്പോഴൊക്കെ അതുപോലെ അത് തഫല്ലൽ, അതൊക്കെ ഉപചാര വാക്കുകളിൽ പെട്ടതാണ്. നാം, താൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്? അങ്ങനെ അവസാനമായിട്ട് നമുക്ക് കാണാം മുംതാസുൻ, അതുപോലെ അന മസ്റൂറും ബിലിക്കായിക. അന മസ്റൂറും ബിലിക്കായിക എന്ന് വെച്ചാൽ ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു അല്ലേ, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്നൊക്കെ. പിന്നെ അതുപോലെ ജസാക്കല്ലാഹു ഖൈറൻ, അതൊക്കെ നമ്മുടെ ചാപ്റ്ററിൽ വന്നിട്ടുള്ള മിൻ കലിമാത്ത് തഹ്ദീബിയയിൽ പെട്ടതാണ് അല്ലേ. അതുപോലെ ഒരുപാട് നിങ്ങൾക്കറിയുമായിരിക്കും. ഇപ്പോൾ സുബാൽ ഖൈർ, സുബാഹന്നൂർ, മസാൽ ഖൈർ, മസാന്നൂർ, അതുപോലെ കൈഫ ഹാലുക്കി, അങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ മിൻ ഉപചാര വാക്കുകളിൽ പെട്ടതാണ് അല്ലേ. മിൻ കലിമാത്ത് തഹ്ദീബിയയിൽ പെട്ടതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ അടുത്ത ഭാഗം ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും പാഠഭാഗം നന്നായിട്ടൊന്ന് വായിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു, ബൈ.